നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ നിലവിലുള്ള അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അതില് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിലെ 147 ഒഴിവുകളും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിൽ 79 ഒഴിവുകളുമാണുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവര് 2021 അല്ലെങ്കിൽ 2022 അല്ലെങ്കിൽ 2023 വർഷത്തിലെ ഗേറ്റ് പാസ്സായവരായിരിക്കണം എന്ന കാര്യം കൂടി നിബന്ധനകളുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വീഡിയോ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അവർക്കും ഇതിനുള്ള അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലാണ് ഇന്റലിജൻസ് ബ്യൂറോ IB പ്രവർത്തിക്കുന്നത്. അപ്പോൾ IBയിൽ നിലവിലുള്ള അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ടെക്നിക്കൽ റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പൊ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 2022 2023 ഗേറ്റ് സ്കോർ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കാര്യം ക്വാളിഫൈ ചെയ്താൽ മതി. കട്ട് ഓഫ് മാർക്ക് ഉൾപ്പെടെ മേടിച്ച് ക്വാളിഫൈ ചെയ്ത അങ്ങായിട്ടുള്ള ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പം ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഓൺലൈൻ വെബ്സൈറ്റ് ആയ www.mha.gov.in അല്ലെങ്കിൽ www.ncs.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പൊ ഈ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് ഇതിന്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇതിന്റെ ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 7 അപ്പോയിന്റ്മെന്റ് ആണ്. 44,900 മുതൽ 1,42,400 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ബേസിക് പേ തന്നെയാണ് 44,900. അതേപോലെ 46% ബേസിക് പേയുടെ ഡി ആയിട്ട് ലഭിക്കും. അതിന് 20,684 രൂപ. പിന്നെ SSA 20%, ബേസിക് പേയുടെ 20% SSA ആയിട്ട് 8,980 രൂപ. പിന്നെ HRI ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ട്. എല്ലാം കൂടിയാണ് തുടക്ക ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിന് കൂടാതെ ക്യാഷ് കോമ്പൻസേഷൻ, ഹോളിഡേയ്സ് വർക്ക് ചെയ്ത ക്യാഷ് കോമ്പൻസേഷൻ, ആനുവൽ ഇൻക്രിമെന്റ്, ലോക്കൽ ലീവ്, ട്രാവൽ കൺസെഷൻ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെയുള്ള മറ്റ് അലവൻസുകളൊക്കെ ഇത് കൂടാതെ ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മികച്ച ഒരു തൊഴിലവസരമാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 79 വേക്കൻസികളുണ്ട്. 32 വേക്കൻസികൾ അൺറിസേർവ്ഡ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 8, OBC 25, SC 11, ST 3 അങ്ങനെയാണ്. അപ്പൊ 32 വേക്കൻസികൾ അൺറിസേർവ്ഡ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിൽ 147 വേക്കൻസികൾ ഉള്ളതിൽ 61 അൺറിസേർവ്ഡ് ആണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 16 വേക്കൻസികൾ, OBC 46, SC 18, ST 6 അങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം. ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഗേറ്റ് ക്വാളിഫൈ എന്നുള്ളതാണ്. 2021 2022 2023 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രേഡിലോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇത് രണ്ടിൽ ഏതെങ്കിലും CS അല്ലെങ്കിൽ EC എന്നുള്ള ഇതിലെ ഗേറ്റ് കോഡിൽ നിങ്ങൾ സ്കോർ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതുപോലെ BE അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇതുവരെയുള്ള ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള BE അല്ലെങ്കിൽ BTech ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി സയൻസിലുള്ള മാസ്റ്റർ ബിരുദം ഇലക്ട്രോണിക്സിലോ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA ഈ ബിരുദങ്ങളൊക്കെ ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാൻ എലിജിബിൾ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. പ്രായപരിധി പറയുകയാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2024 ജനുവരി 12 അടിസ്ഥാനമാക്കി, അതായത് ക്ലോസിംഗ് ഡേറ്റ് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അല്ലെങ്കിൽ SC കാരുള്ളവർക്ക് 5 വർഷവും, OBC നോൺ ക്രീമിലായിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡിപ്പാർട്ട്മെന്റ് ഇപ്പം വർക്ക് ചെയ്യുന്നവരാണ് 40 വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാനായിട്ടും കഴിയും. ഇപ്പം ഓൾ ഇന്ത്യ സർവീസ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കാൻ നമ്മൾ ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതിലേക്ക് ഗേറ്റ് സ്കോർ അനുസരിച്ച് ഗേറ്റ് 2021 2022 2023 സ്കോർ അനുസരിച്ചാണ് നമ്മൾ ഇനിഷ്യൽ സ്ക്രീനിങ്. അതിന് ഗേറ്റ് സ്കോറിന് 1000 മാർക്കും പിന്നെ ഇന്റർവ്യൂവിന് 175 മാർക്കും എന്ന കാര്യമാണ് മനസ്സിലാക്കുക. ഇന്റർവ്യൂ മെയിനായിട്ട് സബ്ജക്ട് നോളജും അതുപോലെ ബന്ധപ്പെട്ട മേഖലകളിൽ ഉള്ള അറിവും കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് മെയിനായിട്ട് പരിശോധിക്കുക. മെയിനായിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ഗേറ്റ് സ്കോറിന്റെയും ഇന്റർവ്യൂവിന്റെയും അല്ലെങ്കിൽ 1175 ഉള്ള മാർക്കാണെങ്കിൽ ഇന്റർവ്യൂവിന്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് നോക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. എത്ര വേക്കൻസികൾ ഉണ്ടോ അതിന്റെ 10 ഇരട്ടി ആൾക്കാരെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. ഇന്റർവ്യൂ ഡൽഹിയിൽ വെച്ചായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നിങ്ങൾ ഇമെയിൽ വഴിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ ഇമെയിൽ വഴിയും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇമെയിൽ വഴി അറിയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ പ്രധാനപ്പെട്ട തീയതികളോട് ഞാൻ പറയാം. 2023 ഡിസംബർ 23 അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 12 എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് ഓൺലൈൻ ചെല്ലാൻ വഴിയല്ല, ഓഫ്ലൈൻ ചെല്ലാൻ SBI പോയി നേരിട്ട് അടയ്ക്കാനാണെങ്കിൽ 2024 ജനുവരി 16 വരെ സമയമുണ്ട്. ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് 2022 ജനുവരി 12 വരെ സമയമുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് വരെ സമയം നെറ്റ് ബാങ്ക് വഴിയൊക്കെ നിങ്ങൾ ഫീസ് അയക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് വേണം സമർപ്പിക്കാനായിട്ടുള്ളത്. www.mha.gov.in അല്ലെങ്കിൽ NCSന്റെ സൈറ്റായ www.ncs.gov.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2024 ജനുവരി 12 അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർ ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.